തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മളുടെ ശുശ്രൂഷ നയിക്കുന്നത് ബഹുമാനപ്പെട്ട സോജി ഓലിക്കൽ അച്ഛനാണ്. അദ്ദേഹം അട്ടപ്പാടി സെഹിയോൻ ധ്യാന മന്ദിരത്തിൻ്റെ ഡയറക്ടറാണ്. അട്ടപ്പാടിയിൽ സെഹിയോൻ ധ്യാന മന്ദിരം ആരംഭിക്കുന്ന നാളുകളിൽ ബഹുമാനപ്പെട്ട വട്ടായിലച്ഛനോടുകൂടി ഉണ്ടായിരുന്ന അന്നതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം 10-12 വർഷങ്ങളോളം UK സെഹിയോൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയായിരുന്നു. UK സഭയ്ക്ക് മുഴുവനും വലിയ ഒരു ആത്മീയ ഉണർവ് നൽകുന്ന ശുശ്രൂഷയായിരുന്നു അച്ഛൻ്റേത്. അതിനുശേഷം ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് അച്ഛൻ വീണ്ടും അട്ടപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. വട്ടായിലച്ഛൻ്റെ പിൻഗാമിയായി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ ശുശ്രൂഷയോടുള്ള സ്നേഹത്തെ പ്രതി ഓടിയെത്തി ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാനെത്തിയ സോജി അച്ഛനെ നന്ദിയോടെ ഓർക്കുകയും ഇന്ന് അച്ഛനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾക്ക് വേണ്ടി കാതോർക്കുകയും ചെയ്യാം. ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിങ്ങളുടെ കൂടെ ആയിരുന്ന് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാൻ ഈശോ തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ബെന്നിസാറിനും ബാക്കി എല്ലാ ടീമംഗങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. നമ്മളിങ്ങനെ വെള്ളിയാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്നത് എത്രയോ ആശ്വാസകരവും എത്രയോ അഭിഷേകവുമാണ്. പത്രോസ്ലീഹ വചനം പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാമത്തെ വാക്യം എങ്ങനെയാണ്? വളരെ വൃത്തി നമുക്ക് ആ വചനം ഏറ്റു പറയാം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. പത്രോസ്ലീഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരിൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ വലിയ അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രൈസാനോഷിപ്പൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് വലിയ ആത്മാവിൻ്റെ അനോയിൻറ്റിങ് പരിശുദ്ധാത്മാവ് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പത്രോസ്ലീഹ കൊർന്നേലിയൂസിനെ വീട്ടിൽ ചെന്ന് നടത്തിയ പ്രഭാഷണത്തിലൊരു വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിന് മുമ്പുള്ള 36-ാമത്തെ വാക്യം, ആ വാക്യത്തെക്കുറിച്ച് 1-2 കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 10-36. അവിടെ പത്രോസ്ലീഹ പറയുകയാണ്, സമാധാനത്തിൻ്റെ സദ്വാർത്ത എല്ലാറ്റിൻ്റെയും കർത്താവായ യേശു ക്രിസ്തു വഴി വിളംബരം ചെയ്തുകൊണ്ട് ദൈവം തൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് നൽകി. സമാധാനത്തിൻ്റെ സദ്വാർത്ത, ഈ ശലോം ശുശ്രൂഷകളിലൂടെ ഈ സമാധാനത്തിൻ്റെ സദ്വാർത്ത എത്രയോ ഭൂഖണ്ഡങ്ങളിലേക്ക്, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പക്കലേക്കാണ് കർത്താവ് അയക്കുന്നത്. സമാധാനം, ശലോം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. സമാധാനത്തിൻ്റെ സദ്വാർത്ത കർത്താവ് ഇങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ശലോം മാഗസിൻ കിട്ടാൻ വേണ്ടി കൊതിക്കുകയും ഓരോ പ്രാവശ്യവും അതിൽ എല്ലാ ലേഖനങ്ങളും ഞാൻ വായിക്കുമായിരുന്നു. കാരണം വലിയ സമാധാനത്തിൻ്റെ അഭിഷേകം കർത്താവ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. വലിയ സമാധാനത്തിൻ്റെ അഭിഷേകം, അതിന് യാതൊരു സംശയമില്ല. സമാധാനത്തിൻ്റെ സദ്വാർത്ത എല്ലാറ്റിൻ്റെയും കർത്താവായ യേശുക്രിസ്തു വഴി വിളംബരം ചെയ്തുകൊണ്ട് ദൈവം തൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് നൽകി. ഹല്ലേലൂയ. അപ്പോൾ അനേകം മക്കളിലേക്ക് ദൈവരാജ്യം വ്യാപിപ്പിക്കാൻ വേണ്ടി കർത്താവ് തുടങ്ങിയ ഈ ശുശ്രൂഷ, പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ എത്രയോ ആളുകൾക്കാണ് വലിയ ആശ്വാസം കർത്താവ് നൽകുന്നത്. നമുക്ക് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. ഞാൻ ഓർക്കാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പഞ്ചാബിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം അന്ന് റിട്ടയർ ചെയ്തു, അപ്പം മുഴുവൻ സമയം ശുശ്രൂഷ ചെയ്യാണ്. അദ്ദേഹം തൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ ഒരു ആൾ അദ്ദേഹത്തിന് ഒരു ശാലോം ടൈംസ് കൊണ്ടു കൊടുത്തു. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ശാലോം ടൈംസ് വായിച്ച് യേശു എന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര കൊതിയായി, കുറച്ചും കൂടെ കേൾക്കണം, കുറച്ചും കൂടെ യേശുവിനെ അറിയണം. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമുണ്ട്. അങ്ങനെ അദ്ദേഹം പോയി ഡിവൈനിൽ പോയി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ട്, പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ തളർന്ന് കടന്ന അമ്മ
അത്ഭുതകരമായിട്ട് എഴുന്നേറ്റു. പിന്നെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായി. അങ്ങനെ തുടർന്ന് ശുശ്രൂഷകളിലേക്ക് വന്നു. യേശുവിനെ അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം പട്ടാളത്തിലായിരുന്നെങ്കിൽ പഞ്ചാബിൽ വെച്ച് അദ്ദേഹം മാമോസ സ്വീകരിച്ച് കത്തോലിക്കരായിട്ട് മാറി. ഹല്ലേലൂയ. അദ്ദേഹം പറയുക ശാലോം ടൈംസ് ആരോ ഒരാൾ കൊണ്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. എത്രയോ ആളുകളാണ് കർത്താവിൻ്റെ വചനം കേട്ട് അഭിഷേകം പ്രാപിക്കുന്നത്. സമാധാനത്തിൻ്റെ സദ്വാർത്ത കിട്ടുകയാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ജയിലിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ ഇരിപ്പുണ്ട് ശാലോം ടൈംസ് ഇംഗ്ലീഷ് മാഗസിൻ, ശാലോം ടൈഡിങ്സ്. അപ്പോൾ അവിടുത്തെ ചാപ്പളിൻ അച്ഛൻ പറയുകയാണ്, ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഇത് വായിക്കുമ്പോൾ. പിന്നെ ബൈബിൾ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അവരുടെ ദശാംശവിധമൊക്കെ എടുത്ത് ഇങ്ങനെ മാഗസിൻ ഒരു ജയിലിൽ മാത്രം അനേക പ്രിസണിൽ കൊണ്ട് കൊടുത്ത് ആളുകൾക്ക് വലിയ സമാധാനത്തിൻ്റെ സദ്വാർത്ത പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാം. ശുശ്രൂഷകളിലൂടെ എത്രയോ രാജ്യങ്ങളിൽ, എത്രയോ ദേശങ്ങളിൽ, എത്രയോ ട്രൈബുകളിലേക്ക്, എത്രയോ വംശങ്ങളിലേക്ക് ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത പല രീതികളിൽ എത്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ പല രീതിയിൽ സുവിശേഷ വേല ചെയ്യുന്നവരാണ്. എങ്കിലും ഇന്ന് കുറച്ച് വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ഈശോയുടെ ജനന സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയണ വളരെ മനോഹരമായ വാക്യമാണ്. ദൂതൻ എങ്ങനെയാണ് പറയണത്? ഇത് നിങ്ങൾ ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. എല്ലാ ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈശോ. ഈ സന്തോഷവാർത്ത എല്ലാ ജനത്തിൻ്റെ അവകാശമാണ്. ഈ അവകാശം നമ്മൾ ആരും മറച്ചു വെക്കരുത്. ഈ അവകാശം ഓരോ മകൻ്റെയും ഓരോ മകളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു അവകാശമാണ് യേശുവിനെ അറിയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈശോ ജനിച്ചപ്പോൾ തന്നെ ദൂതൻ വന്ന് പറയണത്, നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത്, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരുപാട് രീതികളിൽ പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ആളുകൾക്ക് ഈ യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വചനത്തെക്കുറിച്ചും നമുക്ക് ഇഷ്ടമാണ് വചനം കേൾക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ. പക്ഷെ അത് കൊടുക്കാനായിട്ട് എന്തോ ഒരു ലജ്ജ, മടി, നാണം ചില ആൾക്കാരുടെ ജീവിതത്തിലുണ്ട്. അത് ഈശോ വളരെ ഗൗരവത്തോടെ കാണുന്നൊരു കാര്യമാണ്. വളരെ ഗൗരവത്തോടെയാണ് ഈശോ കാര്യം കാണുന്നത്. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ശക്തമായ ഭാഷയെ പറയുകയാണ്. ലൂക്ക് ചാപ്റ്റർ 9:26. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെയും സ്വർഗീയ ദൂതന്മാരുടെയും മധ്യത്തിൽ ആഗതനാകുമ്പോൾ ലജ്ജിക്കും. എല്ലാവരും ചെവി തുറന്ന് കേൾക്കുക. കർത്താവിൻ്റെ വചനം ഈശോ നേരിട്ട് പറഞ്ഞ വചനമാണ്. ഈശോ പറയാണ്, ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഞാൻ മനുഷ്യപുത്രനും പിതാവിൻ്റെയും സ്വർഗീയ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഇപ്പം നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു കൊന്തയങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരു അഭിഷേകമാണ്, കാണുന്ന ആൾക്കാർക്കൊരു അഭിഷേകമാണ്. ഒരു നാണം, ആൾക്കാർ കണ്ടാൽ എന്താ വിചാരിക്കും? എന്നാൽ പിന്നെ ആരും കാണാണ്ട് രഹസ്യത്തിൽ ചൊല്ലിയേക്കാം. ലജ്ജിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ബൈബിള് ചില ആൾക്കാർ വചനം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്തൊന്ന് ഉറക്കല്ല, അത് പൊക്കി ഒന്ന് വായിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിശ്വാസം പല തരത്തിൽ നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെ വിശ്വാസം അത് പകർന്നു കൊടുക്കണം. ഈ ഗുഡ് ന്യൂസ് നമ്മൾ പലതരത്തിൽ പങ്കുവെച്ച് കൊടുക്കണം. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പക്ഷേ ഇന്ന് അനേക ആളുകളുടെ വലിയൊരു പ്രശ്നമാണ് ലജ്ജ. യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിച്ചാൽ യേശു തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ച് ലജ്ജിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് എപ്പോഴും നമുക്കൊരു അഭിമാനം ഉണ്ടായിരിക്കണം. എപ്പോഴൊരു അഭിമാനം ഉണ്ടായിരിക്കണം. ഞാനൊരു കർത്താവിൻ്റെ മകനാണെന്ന് പറയുന്നതിൽ ഒരു അഭിമാനം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. തിമോത്തിക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 1:8. അവിടെ പൗലോസ് ലീഹ തിമോത്തിയോട് പറയണ വളരെ പ്രധാനപ്പെട്ട കാര്യം. തിമോത്തി പൗലോസിൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ആത്മീയ പുത്രനാണ്. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്
എല്ലാവരും ഏറ്റു പറഞ്ഞേ, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഒരു വചനം പറയുമ്പോൾ നമ്മുടെ ലജ്ജയും കെട്ടുകളും കർത്താവ് അഴിച്ചു കളയും. വിശ്വാസത്തോട് പറഞ്ഞേ, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. വീണ്ടും പറയാണ്, അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സുവിശേഷത്തിന് പങ്കുപറ്റാൻ, അതിൽ പങ്കുചേരാൻ പരിശുദ്ധാത്മ നമുക്ക് എത്രയോ അവസരങ്ങളാണ് തരണത്. എത്രയോ വലിയ കൃപകളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി കർത്താവിനെക്കുറിച്ച് പറയണം. ആദിമ സഭയിൽ അവർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 5-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം, വളരെ അത്ഭുതകരമായ വളരെ ശക്തിയുള്ള ഒരു കൃപയുടെ വചനമാണ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5 വേഴ്സ് 42. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും, ചെവി തുറന്ന് കേട്ടോ, എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. അതിനും പറയാണ്, എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. 5-ാമത്തെ അധ്യായം കഴിഞ്ഞു. പിന്നെ 6-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ശിഷ്യരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് മനസ്സിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു സംഭവം വരികയാണ്. മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയണത്: ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു പള്ളി, കോൺവെന്റ്, സെമിനാരി, എന്തെങ്കിലും ആകട്ടെ, കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ, അവര് അതിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞുകൂടിയിരുന്നു കഴിഞ്ഞാൽ, പുറത്തേക്ക് പോയി യേശുവിനെ കുറിച്ച് പറയാതെ ഞങ്ങൾക്ക് ഇതൊക്കെ മതി, ഈ സൗകര്യമൊക്കെ മതി, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അടച്ചിരുന്നു കഴിഞ്ഞാൽ, ആ വ്യക്തികൾ, സഭകൾ, സെമിനാരികൾ, കോൺവെന്റുകൾ എല്ലാം രോഗം പിടിച്ച ആൾക്കാരാണ്. ഇത് മാർപ്പാപ്പ പറയാണ്, ഇങ്ങനെ രോഗം പിടിച്ചത് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അദ്ദേഹം പറഞ്ഞു, യൂറോപ്പിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തിന്മ അതാണ്. ഈ ആളുകളൊക്കെ നമുക്കുള്ള സൗകര്യം കൊണ്ട് അവിടെ കുത്തിയിരുന്ന് പുറത്തേക്ക് റീച്ച് ഔട്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയണത്. അദ്ദേഹം പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന സഭയുടെ ഒരു പ്രത്യേകത, മാർപ്പാപ്പ പറയാണ്, ചേരികളിലേക്ക് പോയി, പാവപ്പെട്ടവരിലേക്ക് പോയി യേശുവിൻ്റെ സ്നേഹവും കരുണയും പകർന്നു കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ചെളി പറ്റും, കുറച്ച് തെറി കേൾക്കും, കുറച്ച് പ്രശ്നം ഉണ്ടാകും, കുറച്ച് പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുള്ളൊരു സഭയാണ് യേശുക്രിസ്തുവിൻ്റെ സഭ. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പാരിഷ്, നമ്മുടെ ഇടവക ഒട്ടും തന്നെ പുറത്തേക്ക് ഇവാഞ്ചലൈസേഷൻ വേണ്ടി പോകാതെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അത്യാവശ്യം ധ്യാനവും ശുശ്രൂഷയും മാത്രമായിരുന്ന് സന്തോഷചിത്തരായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ ഇടവകയുടെ പേര് രോഗം പിടിച്ച ഇടവക എന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ചില സ്ഥലങ്ങളിലൊക്കെ പാരിഷുകൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നാ? ശുശ്രൂഷ ചെയ്യാത്ത കാരണം. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്. യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിക്കാതെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയണം. പ്രിയപ്പെട്ടവർ, നമ്മൾ പറയുന്നില്ല എന്നല്ല, പക്ഷേ ഇന്നത്തെ ഒരു ശുശ്രൂഷകളിലൂടെ ദൈവം നമുക്ക് കുറച്ചും കൂടെ കൃപയും ഒരു ശക്തിയും ഒരു അഭിഷേകം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമ്മളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ, നിന്നെക്കുറിച്ച് പറയാൻ, നിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ ഒരു കൃപ. ആദിമ സഭയിലെ ഒരു വലിയൊരു കൃപ അതായിരുന്നു. എല്ലാ ദിവസവും അവർ ആരോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയും. പ്രത്യേകിച്ച് വീടുകളിൽ പോയിട്ട് യേശുവിനെക്കുറിച്ച്, യേശുവാണ് കർത്താവ് എന്ന് പ്രസംഗിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. അപ്പോൾ ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, അഭിഷേകം വർദ്ധിച്ചു, പ്രതിസന്ധികളുണ്ടായി, കുറച്ച് പിറുവിറുപ്പുണ്ടായി. ഹെലനിസ്റ്റും അതുപോലെ തന്നെ ജൂയിഷ് പീപ്പിളും തമ്മിലുള്ള കുറച്ച് ക്വാറൽസൊക്കെ ഉണ്ട്, കുറച്ച് കലഹമൊക്കെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ വീണ്ടും ഇടപെട്ട് പ്രാർത്ഥിക്കുന്നു, അങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. സഭ അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വെറുതെ പറഞ്ഞ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ കർത്താവ് സുവിശേഷ വേല ചെയ്തപ്പോൾ പല പ്രാവശ്യവും കർത്താവിനെ ആൾക്കാർ തിരസ്കരിച്ചു, ഇല്ലേ? ഉദാഹരണം പറഞ്ഞ, ഈശോ സ്വന്തം നാട്ടിൽ വന്ന് വചനം പറഞ്ഞു. ആദ്യം ആൾക്കാർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായി. പറഞ്ഞു, ഇവൻ ഔസേപ്പിൻ്റെ മോനല്ലേ, മറിയല്ലേ എൻ്റെ അമ്മ, ഇത് ഞാനൊക്കെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞെങ്കിലും ഈശോ വീണ്ടും വചനം ശക്തമായിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഇടർച്ചയുണ്ടായി. അവർ യേശുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയെന്നാണ് പറഞ്ഞു, തള്ളിയിടാൻ വേണ്ടി കൊണ്ടു. അത്രയും ദേഷ്യം വന്നു. പക്ഷേ യേശു അവിടെ നിന്ന് രക്ഷപ്പെട്ടു.
ഇങ്ങനെ ഈശോയ്ക്ക് അങ്ങനത്തെ പ്രതിസന്ധിയും തിരസ്കരണം ഉണ്ടായെങ്കിലും ഈശോ വീണ്ടും വീണ്ടും വചനം പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇതുപോലെ യേശുവിനെ തിരസ്കരിക്കുകയാണ്. യേശുവിനെ തിരസ്കരിച്ചെങ്കിലും 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വചനം പറയാണ്, അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ഈശോ നിർത്തിയില്ല ശുശ്രൂഷ, ഈശോ വീണ്ടും പഠിപ്പിച്ചു കൊണ്ടിരുന്നു. തുടർന്ന് അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. ഈശോ നേരിട്ട് വചനം പ്രഘോഷിക്കുക മാത്രമല്ല, അപ്പോസ്തലന്മാരെ വിളിച്ച് 2 പേരെ അയച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവർക്ക് കിട്ടിയിട്ടില്ല, പെന്തക്കോസ്ത വന്നിട്ടില്ല, എങ്കിലും അയക്കാണ് സുവിശേഷ വേലയ്ക്ക്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ ഇവർ ഈ 2 പേരെ അയച്ചു. എന്നിട്ട് വചനം പറയാണ് 12-ാമത്തെ വാക്യം, ശിഷ്യന്മാര് പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. അപ്പൊ നമ്മുടെ കർത്താവ് ഇവരെ അഭിഷേകം ചെയ്ത് അങ്ങോട്ട് വിടുകയാണ്, പോയി പറയാൻ വേണ്ടി. അപ്പൊ അപ്പോസ്തലന്മാർ 12 പേര് പോയി. പക്ഷെ കർത്താവിന് തോന്നി അത് പോരാ. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? വേറെ 72 പേരെ ഈശോ തിരഞ്ഞെടുക്കുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന് 1 വരെയുള്ള വാക്യങ്ങൾ, ഈശോ വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് ഈ 2 പേരായി തനിക്ക് മുമ്പേ അവരെ ഈശോ അയക്കാൻ തുടങ്ങി. ഈശോ പറഞ്ഞു, വിളവധികം വേലക്കാരെ ചുരുക്കം, വിളവിന്റെ ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. എന്നിട്ട് അവരും 72 പേര് ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്കറിയാം ഇവർ 72 പേര് സുവിശേഷ ശുശ്രൂഷ ചെയ്ത് അവർ തിരിച്ചു വന്നിട്ട് ഈശോയോട് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഇവർ പറഞ്ഞു, ഈശോയെ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പൊ ഈശോ പറയാണ്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടും, നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ. സുവിശേഷ വേല ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അതാണ് ഈശോ പറയണത്. നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടും, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടും. നമ്മൾ കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ വചനത്തെക്കുറിച്ചും ലജ്ജിച്ചാൽ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ നമ്മളെക്കുറിച്ച് ലജ്ജിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ യേശുവിനെ കുറിച്ച് അഭിമാനിച്ച് യേശു ക്രിസ്തുവിന്റെ വചനത്തെക്കുറിച്ച് ഒരു അഭിമാനം വന്ന് ആ വചനം പറയണം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ അവിടെ സെന്റ് പോൾ പറയുന്നത് ഇങ്ങനെയാണ്. Romans chapter 1 verse 16 and 17, I am not ashamed of the gospel because the gospel of Christ is the power of God. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഇത് വീണ്ടും പൗലോസ് പറയാണ്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് ഈ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെ പറ്റി അഭിമാനം, സുവിശേഷത്തെ പറ്റി ഒരു തീഷ്ണത, സുവിശേഷത്തെ പറ്റി ഒരു ജ്വലനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുകയാണ്. റോമ 12:11, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. വെറുതെ പറഞ്ഞ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണ കൊണ്ട് എനിക്ക് 2 വർഷം പഞ്ചാബിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അനുഗ്രഹം നൽകി. പഞ്ചാബിൽ സിഖുകാരുടെ ഇടയിൽ ശുശ്രൂഷ, അത് വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സെഹിയോനിലേക്ക് അട്ടപ്പാടിക്ക് വന്നിട്ടുള്ളത്. ഒരു മിഷനിൽ പോയി കുറച്ച് കാലം ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അനുഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ പുതിയൊരു ഭാഷയൊക്കെ പഠിച്ച് പതൊക്കെ ശുശ്രൂഷ ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് പല അൽമായരായിട്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തീഷ്ണത ഒരുപാട് അൽമായർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ധാരാളം, പ്രത്യേകിച്ച് ചേച്ചിമാർ, ചേട്ടന്മാർ, കുട്ടികൾ, ചെറുപ്പക്കാർ, അവർക്ക് കർത്താവിനെക്കുറിച്ച് പറയണം, ഈ സ്നേഹം പങ്കുവെച്ചവർക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ 5 ചേച്ചിമാർ അവർ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ വേണ്ടി വന്നു. അവർ പിന്നെ പൈസയൊക്കെ മുടക്കി അവർ കഷ്ടപ്പെട്ട് അവർ 5 പേര് അത്യാവശ്യം ഹിന്ദിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ നമുക്ക് വേറെ പാരീഷോ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഗ്രാമങ്ങൾ മാത്രമേ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ഗ്രാമമാണ്, പോട്ട് യേശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞ് 2 പേരെ വിടാൻ തുടങ്ങി. ഇവർ ആദിമ സഭയിലെ പോലെ 2 പേര് അങ്ങോട്ട് നടന്ന് കൊന്തയില്ല, പ്രാർത്ഥിക്കുക, നടക്കുക, തെരുവിൽ കാണുന്നവർക്ക് യേശുവിനെ കുറിച്ച് പറയാം. ഇവർ 2 പേര് നടക്കുന്ന സമയത്ത് ഒരു സഹോദരി, ഒരു സ്ത്രീ വീടിന് മുമ്പിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, എന്നാ പറ്റി? അപ്പോൾ ഇവർ കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ പറഞ്ഞു, ഞങ്ങൾ യേശു നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഇവർ യേശു നാമത്തിൽ പ്രാർത്ഥിച്ചു. പിന്നെ വീണ്ടും അടുത്ത ദിവസം വരെ കണ്ടു. അവർ വീട്ടിൽ കയറി ഇവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഹസ്ബൻഡിന് കുറച്ച് മദ്യപാനം ഉണ്ടായിരുന്നു, വ്യത്യാസം വന്നു. പിന്നെ അടുത്ത ആഴ്ച ഇവർ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയിലും പള്ളി വരാൻ തുടങ്ങി. യേശുവിനെക്കുറിച്ച് കേട്ട് ഇവർക്ക് യേശുവിനെ രക്ഷകനാഥനമായിട്ട് സ്വീകരിക്കണം. അങ്ങനെ ഒരു യേശുവിനെ രക്ഷകനാഥനമായിട്ട് സ്വീകരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്കിയേ, ഈ ചേച്ചിമാർ 10 ദിവസത്തേക്കാണ് വന്നത്. 10 ദിവസത്തേക്ക് വന്നു. അവരൊരു ശുശ്രൂഷ, ഇതുപോലെ ഒരുപാട് വീടുകളിൽ അവരുടെ ശുശ്രൂഷയിലൂടെ ഒരുപാട് ആളുകൾ യേശുവിനെ അങ്ങനെ അറിയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യം, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഡയറക്റ്റായിട്ടുള്ള സുവിശേഷ വേല, അതുപോലെ തന്നെ മാഗസിൻ കൊടുത്തുള്ള സുവിശേഷ വേല, നമ്മുടെ ശുശ്രൂഷകളെ പരിചയപ്പെടുത്തിയുള്ള സുവിശേഷ വേല, ഇതെല്ലാം കർത്താവിന് പ്രീതികരമാണ്. ഞാൻ നോക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ, അച്ഛാ ഞങ്ങൾക്ക് ഹിന്ദിയൊന്നും അധികം വശമില്ല, ഞങ്ങൾ വരട്ടെ ശുശ്രൂഷയ്ക്ക്. ഞാൻ പോരാൻ പറഞ്ഞു. അവർ വന്ന് പ്രിയപ്പെട്ടവരെ ഓരോ വില്ലേജുകളിലും ചേരികളിലെല്ലാം പോയി അവരെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ അവർ യേശുവിനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പ്രദേശം ആദ്യമായിട്ട് ഇവരൊരു കുട്ടികളുടെ ധ്യാനം നടത്തുന്നു. ഒരാൾക്ക് മാത്രം ഹിന്ദി അറിയാം. ആ പ്രദേശം ഒരിക്കൽ പോലും ഒരു ധ്യാനം നടക്കാത്ത സ്ഥലമാണ് കുട്ടികൾക്ക്. ഇവർ വന്ന് 3 ദിവസം ഇവർ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി വചനം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശേഷം കുട്ടികൾ ചെറുപ്പക്കാരായിട്ട് അവർ പറയുകയാണ്, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് ഒരാൾ ഹിന്ദി അറിയുന്നവർ അത്യാവശ്യം ഹിന്ദിയിലുള്ള ബൈബിളൊക്കെ വായിക്കുന്നു, പിന്നെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ പറയുന്നു, കുറച്ച് ഹിന്ദിയിൽ പറഞ്ഞു, പാട്ട് പാടുന്നു, സുവിശേഷം ചെയ്യുന്നു, തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണെങ്കിലും പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോസ്തല പ്രവർത്തനം 5:42 മറക്കരുത്. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല. എല്ലാ ദിവസവും യേശുവാണ് ക്രിസ്തു എന്ന് പ്രസംഗിക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല. ഞാൻ നമുക്ക് 2 CMC സിസ്റ്റേഴ്സ്, ഈ സിസ്റ്റേഴ്സ് 2 പേരും പിന്നെ അവർക്കൊരാഗ്രഹം, യേശുവിനെക്കുറിച്ച് കേൾക്കാത്ത എല്ലാവരും യേശുവിനെക്കുറിച്ച് കേൾക്കണം. അപ്പം അതിലൊരു സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സിസ്റ്റർ സിസ്റ്റർ ആകുന്നതിന് മുമ്പ് അവർ വിയന്നയിൽ ഒരു നേഴ്സായിരുന്നു. അങ്ങനെ കുറേ വർഷം വിയന്നയിൽ ജോലി ചെയ്തപ്പം പിന്നെ ജോലി രാജിവെച്ച് മടത്തിപ്പോയി സിസ്റ്ററായി. അവരൊരിക്കൽ ഉത്തരാഖണ്ഡിലൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആളുകളെ കാണാൻ വേണ്ടി വീടുകളിൽ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ ഞങ്ങളിങ്ങനെ സിസ്റ്റേഴ്സാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു കുരിശുണ്ട്, ഈ കുരിശ് ആരാണ്? കുരിശ് എന്താണ്? അവർ ഞങ്ങളുടെ ക്രിസ്തു കുരിശിലാണ്. ഈ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ച് ഒരിക്കലും കേൾക്കാത്ത. അപ്പോൾ ഈ സിസ്റ്ററിന് ഭയങ്കരമായ വേദന, ദൈവമേ യേശുവിനെക്കുറിച്ച് ഒരിക്കൽ പോലും കേൾക്കാത്ത ആൾക്കാരുണ്ടല്ലോ എന്നുള്ള വലിയ വേദന. സിസ്റ്റർ വന്ന് ജനറാളമ്മയോടൊക്കെ പറഞ്ഞ് പെർമിഷൻ മേടിച്ച് സിസ്റ്റർ പറഞ്ഞു, ഞാനിങ്ങനെ എനിക്ക് ആവശ്യമുള്ളിടത്തോളം കാലം നടന്ന് എല്ലാ വീടുകളിലും പോയി ഞാൻ യേശു ആരാന്ന് പറയും. അങ്ങനെ ഒരു പഞ്ചാബിൽ വന്നപ്പോൾ ഞാൻ ഇവരുടെ നടക്കാൻ വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ 2 സിസ്റ്റേഴ്സ് പിന്നെ 2 ബാബുജിമാർ, ഞങ്ങൾ 4-5 പേര് ഓരോ വീടുകളിലും കയറി ഇങ്ങനെ യേശുവിനെക്കുറിച്ച് പറയും. ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് യേശുവിൻ്റെ കാര്യത്തിൽ. അവരിങ്ങനെ യേശുവിനെക്കുറിച്ച് പറഞ്ഞ് ആ സ്നേഹം പറഞ്ഞു കൊടുത്ത് ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യേശുവിനെക്കുറിച്ച് എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മാവ് വരും, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരും, അവിടെ ആളുകൾ കൃപയിലേക്ക് മാറും. അതുകൊണ്ട് ഡിഡാക്കെ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രീച്ച് ചെയ്യപ്പെടുന്ന സ്ഥലത്തെല്ലാം ഉദ്ധാനം ചെയ്ത കർത്താവ് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം നിറയുകയാണ്. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച കർത്താവിനെ. വലിയ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സുവിശേഷ വേലയുടെ പുതിയൊരു അനോയിന്റിംഗ് കൂട്ടായ്മയിൽ എല്ലാവർക്കും കൊടുക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും സ്വർഗ്ഗത്തിലൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. കർത്താവേ, അഭിഷേകം ചെയ്യണമേ, കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, ശക്തീകരിക്കണമേ, ബലം പകരണമേ, ആത്മാവിനെ പകരണമേ. ഈശോയുടെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കട്ടെ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. എല്ലാ മിഷണറിമാരെ സമർപ്പിച്ച് വലതുയർത്തിന് നന്മ നിറഞ്ഞ ചൊല്ലുന്ന പ്രാർത്ഥിച്ച് എല്ലാ മിഷണറിമാരെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച് മക്കൾ പ്രത്യേകം പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരിക്കൽ സമറിയ പട്ടണത്തിലേക്ക് പോവുകയാണ്. സമറിയായി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കർത്താവിനെ സ്വീകരിച്ചില്ല, അവർ കർത്താവിനെ തിരസ്കരിച്ചു. അപ്പോൾ യാക്കോബിന് യോഹന്നാന് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ടായി. യാക്കോബും യോഹന്നാൻ ഈശോയോട് പറയുകയാണ്, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഞങ്ങൾ ഇവരെ ദഹിപ്പിക്കട്ടെ. ഒരൊറ്റ ചോദ്യമാണ്. ശിഷ്യന്മാരാണെങ്കിലും കലിപ്പുള്ള ആൾക്കാരായിരുന്നു അവർ. ഇവർ ഭയങ്കര ദേഷ്യപ്പെട്ടവർ. അപ്പോൾ ഈശോ തിരിഞ്ഞ് അവരെ ശകാരിച്ചു. ഈശോയ്ക്കും റിബ്യൂക്ക് ചെയ്യും.
അങ്ങനെ അവർ വേറെ പട്ടണത്തിലേക്ക് പോയി. അപ്പോൾ സമറിയാക്കാർ യേശുവിൻ്റെ സുവിശേഷം എന്ന് കേട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രിയപ്പെട്ട ഒരു ഡീക്കൻ, അപ്പസ്തോലനല്ല, ഒരു ഡീക്കനായ പീലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. പീലിപ്പോസ് ഈ സമറിയയിലേക്ക് പോവുകയാണ്. സമറിയയിലേക്ക് പോയി പീലിപ്പോസ് അപ്പസ്തോലനല്ല, ഡീക്കൻ പീലിപ്പോസ്, കല്യാണം കഴിഞ്ഞ് 4 മക്കളുടെ അപ്പനാണ് ഈ പീലിപ്പോസ്. അപ്പോൾ ഈ പീലിപ്പോസ് അവിടെ ചെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയാനായിട്ട് ആരംഭിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയാണ്, അനേകം തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അനേകം തളർവാദ രോഗികൾ, അതുപോലെ തന്നെ പിശാച് ബാധിച്ചിരുന്ന ആൾക്കാർ വിട്ടുപോകാനായിട്ട് ആരംഭിച്ചു. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ഈ ഒരു വാർത്ത ആര് കേട്ടു? യാക്കോബും യോഹന്നാനും പത്രോസും എല്ലാം അറിഞ്ഞു. അങ്ങനെ സമറിയാക്കാർ യേശുവിനെ സ്വീകരിച്ചു. തുടർന്ന് പത്രോസും യോഹന്നാനും കൂടെ തിരിച്ചു വരികയാണ്. അവർ സമറിയയിലേക്ക് വരികയാണ്. രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിന്റെ അഗ്നി ഇറങ്ങണം, ഈ ജനത്തിന് മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങണം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥിക്കാൻ തുടങ്ങി. തുടർന്ന് ബൈബിൾ പറയാണ്, അവർ പ്രാർത്ഥിക്കുമ്പോൾ ശിരസിൽ കൈവെക്കുമ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി. അപ്പോൾ ഈശോയെ സമറിയാക്കാർ തിരസ്കരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡീക്കൻ, ഒരു പാവപ്പെട്ട ഡീക്കൻ വന്ന് സുവിശേഷ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ അറിഞ്ഞു. നിങ്ങൾക്കറിയാം, ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു സംഭവമുണ്ട്. ജപ്പാനിലെ സഭയിൽ 200 വർഷമായിട്ട് അവരെ പിന്നെ വിലക്കി. 200 വർഷമാണ് നോ റിലീജിയൻ, നോ കാത്തോലിസിസം ഇൻ ജപ്പാൻ, പറ്റിയല്ല എന്ന് പറഞ്ഞ് വിലക്കി ഗവൺമെൻറ്. 200 വർഷമായിട്ട് വൈദികരിൽ ആരുമില്ല, സിസ്റ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ 200 വർഷം കഴിഞ്ഞപ്പോൾ അവിടേക്ക് സഭയ്ക്ക് പെർമിഷൻ കിട്ടി. പ്രിയപ്പെട്ട സഹോദരൻ, പെർമിഷൻ കിട്ടി. മിഷണറിമാർ വീണ്ടും ജപ്പാനിലേക്ക് വന്ന് ഇപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ആയിരക്കണക്കിന് കത്തോലിക്കര് ഓരോ സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവർ കൂട്ടത്തോടെ വരികയാണ്. അപ്പോൾ മിഷണറിമാർ ചോദിച്ചു, 200 വർഷമായിട്ട് വൈദികരില്ലെങ്കിലും മിഷണറിമാരില്ലെങ്കിലും എങ്ങനെ നിങ്ങൾ വിശ്വാസം സംരക്ഷിച്ചു? അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെ മാമോസം നോക്കി, ഞങ്ങൾ തന്നെ കാറ്റിസം പഠിപ്പിച്ചു, ഞങ്ങൾ തന്നെ ശുശ്രൂഷ ചെയ്തു, ഞങ്ങൾ കുർബാന അർപ്പിച്ചില്ലെങ്കിൽ ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തു, വിശ്വാസം പകർന്നു കൊടുത്തു. ഇപ്പോൾ മാർപ്പാപ്പ പറയാണ്, ഇത്രയും 200 വർഷം വിശ്വാസത്തെ വിലക്കിയെങ്കിലും 200 വർഷം കഴിഞ്ഞപ്പോൾ ഓരോ കുടുംബങ്ങളും മക്കൾക്കും തലമുറകൾക്കെല്ലാം വിശ്വാസം പകർന്ന് കൊടുത്ത് ആയിരക്കണക്കിന് ആൾക്കാർ വിശ്വാസത്തിലേക്ക് വന്നു. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരൻ. ഈ വിശ്വാസം പകർന്നു കൊടുക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രകലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഫെയ്ത്ത് ഈസ് റിന്യൂഡ് ഓൺലി വെൻ ദ ഫെയ്ത്ത് ഈസ് ഷെയർഡ്. വിശ്വാസത്തിനൊരു നവീകരണം ഉണ്ടാകണമെങ്കിൽ, ഒരു ജ്വലനം ഉണ്ടാകണമെങ്കിൽ, തീഷ്ണത ഉണ്ടാകണമെങ്കിൽ വിശ്വാസം പകർന്നു കൊടുക്കണം. വിശ്വാസം പകരപ്പെടേണ്ടതാണ്. പകർന്നു കൊടുത്തില്ലെങ്കിൽ വിശ്വാസം അങ്ങനെ പതുക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. അത് മക്കൾക്ക് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്നവരെല്ലാം നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കണം. അത് വലിയൊരു കൃപയായിട്ട് മാറ്റണം. ഒരിക്കൽ സേമിയ സഭയിൽപ്പെട്ട പ്രയോരച്ചൻ, പന്തപ്പള്ളാം തൊട്ടിച്ചൻ, ഒരു കത്ത് അദ്ദേഹത്തിന് സഭയിലുള്ള എല്ലാ അച്ഛന്മാർക്കും അയച്ചു. കത്തിൻ്റെ ഉള്ളടക്കിയതാണ്, നമ്മൾ മാക്സിമം കർത്താവായ യേശുവിനെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഇതാണ്. അദ്ദേഹം ഒരു ആശ്രമത്തിൽ പ്രയോരായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ ജോലിക്ക് വരുമായിരുന്നു. ഇയാൾ 10 വർഷത്തോളം അച്ഛനവിടെ പ്രയോരായിരുന്നു തോന്നുന്നു. ഒരിക്കൽ പോലും അച്ഛൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 10 വർഷം കഴിഞ്ഞ് ഒരു ദിവസം നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, അച്ഛൻ ഞാൻ പെന്തക്കോസ്തയായെന്ന് പറഞ്ഞു. അയാൾ പെന്തക്കോസ്ത പോയി മാമോസം സ്വീകരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അന്നാണ് ചിന്തിക്കുന്നത്, ദൈവമേ, എൻ്റെ കൂടെ ഇത്രയും വർഷം ഇദ്ദേഹം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരുണയും സ്നേഹവും പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന് അച്ഛൻ കത്തയക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു വിലാപം, ഒരു സങ്കടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം അതായിരിക്കും. ദൈവമേ, ഞാൻ എൻ്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, എൻ്റെ യേശുവിൻ്റെ സ്നേഹം ഞാൻ കൊടുത്തില്ലല്ലോ. വലിയൊരു വേദനയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആയുസ്സുള്ള കാലത്ത്, ശ്വാസമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറയാൻ നമ്മൾ ലജ്ജിക്കരുത്. അവനെ സാക്ഷ്യം വഹിക്കാൻ നമ്മൾ മടിക്കരുത്. അവൻ ജീവനാണ്. അവനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് ദുരിതം മാറും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്തോസിന് 1-ാം ലേഖനത്തിന് 9-ന്റെ 16 പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിനെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പറയണത്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ. ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സഹോദരി, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നീ നല്ല ക്രിസ്ത്യൻ കുട്ടിയായിരുന്നു, നീ ജീസസ് യൂത്ത് ആയിരുന്നു, നീ ഇവിടെ കാറ്റിസം പഠിപ്പിക്കണം, ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ കുറച്ച് വിശ്വാസം പകർന്നു കൊടുക്കണം. അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കര തിരക്കാണ്, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ നാണക്കേടാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിപ്പോയി. ഞാനൊരു ദിവസം അവിടുത്തെ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ സന്ദർശിക്കുമ്പോൾ ഇവിടെ തൻ്റെ മൂന്നാമത്തെ കൊച്ചിനോട് ആശുപത്രി കിടപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് പറഞ്ഞു, അച്ഛാ, ഈ കൊച്ചിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അച്ഛാ,
എന്നിട്ട് അവളെന്നോട് പറയുകയാണ്, അച്ഛാ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു സുവിശേഷ ശുശ്രൂഷ ചെയ്യണം. എനിക്ക് അത്രയും തീഷ്ണതയുള്ള കുട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ ഒന്ന് മടി പിടിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്യാണ്ടിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, സുവിശേഷ ശുശ്രൂഷ ചെയ്യണം. എൻ്റെ കൊച്ചിന് രോഗം വന്നുകൊണ്ട് മാത്രമല്ല, എനിക്ക് പരിശുദ്ധാത്മ ബോധ്യം തന്നു, ഞാനിനി സുവിശേഷ വേല ചെയ്യും, ഞാൻ കെട്ടിസം പഠിപ്പിക്കാൻ വേണ്ടി വന്നോളാം, ഞാൻ അവിടുത്തെ കുടുംബ യൂണിറ്റിലൊക്കെ പ്രാർത്ഥന സംഘടിപ്പിക്കാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ പലതരത്തിലാണ് ദുരിതമുണ്ട്. എന്നാൽ ഞാൻ രോഗം വന്ന് നമ്മൾ നശിക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ദുരിതമാണ്, ദുരിതം. പൗലോസ് ശ്ലീഹ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. വേറൊരു സഹോദരി, ഒരു കുടുംബം ഞാൻ ഓർക്കുകയാണ്. അവരുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, ഇംഗ്ലണ്ടിൽ ചെന്നു. അപ്പോൾ ഈ സഹോദരി കോളേജിൽ പഠിക്കണ സമയത്ത് ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്നെല്ലാം പറഞ്ഞെങ്കിലും യൂറോപ്പിൽ ചെന്നു. അവിടെ ഒരുപാട് സൗകര്യങ്ങളും സുഖങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഈവൻ പള്ളിപ്പോക്ക് പോലും ഇല്ലാണ്ടായി. ഞായറാഴ്ചകളൊക്കെ എന്നെ കറങ്ങാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകും. കുറേ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ക്യാൻസർ, അതങ്ങ് പെട്ടെന്ന് സീരിയസ് ആണെന്ന് മനസ്സിലായി. പെട്ടെന്ന് അവർ യേശുവിലേക്ക് വരികയാണ്. യേശുവിലേക്ക് വന്നു അനുദപിക്കുന്നു, കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിനെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്ന് അവർ മനസ്സിലാക്കി ധ്യാനം കൂടണം. അവർ 10 ദിവസത്തെ ഒരു ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ഡോക്ടർമാർ പറഞ്ഞാണ് ഒരിക്കലും ഇനി കൊച്ചുണ്ടാകില്ല, യൂട്രസ് നിർബന്ധമായിട്ടും കളയണം. അവർ പറഞ്ഞാൽ കളയുന്നില്ല. അവർ ധ്യാനം കൂടി. പിന്നത്തെ മാസം ഗർഭിണിയായ അടുത്ത കൊച്ചിനെ പ്രസവിച്ചു. തുടർന്ന് അത്ഭുതകരമായ തരത്തിൽ പല ഹീലിംഗ് കർത്താവ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. തുടർന്ന് ഭർത്താവിന് മനസ്സിലായി ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന ഏറ്റവും എന്താ പറയുക ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ് ഈസ് ടു സെർവ് ജീസസ്. യേശുവിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കാര്യം എന്ന് മനസ്സിലാക്കി മുഴുവൻ സമയം ശുശ്രൂഷയ്ക്ക് ദൈവം ആ കുടുംബത്തെ അങ്ങോട്ട് നിയോഗിച്ചു. പലതരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഓസ്ട്രേലിയയിൽ ഒരു ധ്യാനത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടി എന്ന് പറയുകയാണ്, ഇപ്പം ഞാൻ പറഞ്ഞ സഹോദരി ഓസ്ട്രേലിയ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നു, കുട്ടികളെ ധ്യാനിപ്പിക്കാൻ വചനം കൊടുക്കാൻ വേണ്ടി ചെന്നു. അവർ പറയണം, ആരാധന ഈശോ എഴുന്നള്ളിച്ചിരിക്കുന്ന സമയത്ത് അവൾ ഏറ്റവും 200 പിള്ളേർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ, ടീനേജേഴ്സ് ഏറ്റവും പുറകിരുന്നു, ഈശോയെ ഇഫ് യു ആർ റിയൽ ഐ വാണ്ട് ടു സീ യു എന്നൊക്കെ പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവാനുഭവമില്ലാത്തൊരു കുട്ടിയായിരുന്നു. അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളൊരു കാര്യം കാണുകയാണ്, ഹോളിൽ എല്ലാവരും അപ്രത്യക്ഷരായി. അവൾ കാണുന്ന ദിവ്യകാരൻ ഈശോ മാത്രമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ദിവ്യകാരനത്തുനിന്ന് ഈശോ ഇറങ്ങി ഇവളുടെ അടുത്തേക്ക് വന്ന് ഈ കുട്ടീനെ അങ്ങോട്ട് ഹഗ് ചെയ്യും. അവൾ പറയാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാത്ത ദൈവസ്നേഹം 10 കണക്കിന് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം ഒഴിച്ചു. തുടർന്ന് ഇവൾ പറയുകയാണ്, ആ സ്നേഹം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോകാൻ തുടങ്ങി. ഞാൻ എല്ലാവരോടും എൻ്റെ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ആരും നിരീശ്വരവാദി എനിക്കൊരു വിഷയമല്ല, കാരണം ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു, എൻ്റെ കർത്താവിനെ അനുഭവിച്ചു, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടുന്ന കൈയടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരി ഒരു കുറച്ച് കഷ്ടപ്പാടും ദുരിതമൊക്കെ ദൈവം അനുവദിച്ചെങ്കിലും ഓരോ ദേശത്തും പോയി യേശുവിനെ കുറിച്ച് പ്രീച്ച് ചെയ്യുക. അത്ഭുതകരമായിട്ട് കർത്താവ് ഇറങ്ങി വന്ന് അടയാളങ്ങൾ കാണിക്കുന്നു, രോഗശാന്തികൾ ചെയ്യുന്നു, യേശുവിൻ്റെ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്നു. അനേകം ചെറുപ്പക്കാർ യേശുവിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കതിന് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം പറയണം. യേശു എന്ന് പറഞ്ഞാൽ തന്നെ സദ്വാർത്തയാണ്. ആ സദ്വാർത്ത നമ്മൾ വിളംബരം ചെയ്യണം. നമ്മളത് പറഞ്ഞേ മതിയാവൂ, കാരണം അവൻ ഗുഡ് ന്യൂസ് ആണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ആനന്ദം, സന്തോഷം. അതോടൊപ്പം തന്നെ അനേകർ യേശുവിനെ സ്നേഹത്തിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, 2 കണ്ണുകളടച്ച് കരങ്ങളൊന്നും ഇങ്ങോട്ട് ദിവ്യാന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്തിക്കുകയും വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിന്റെ സുവിശേഷത്തെ സ്നേഹിക്കാൻ, കർത്താവെ നിന്നെ ആഴത്തിൽ സ്നേഹിക്കാൻ, നിന്നെക്കുറിച്ച് അഭിമാനിക്കാൻ, നിന്നെക്കുറിച്ച് ലജ്ജയില്ലാതെ പറയാൻ, യേശുവെ ഒരു സാക്ഷിയായിട്ട് മാറാൻ തക്കതരത്തിൽ നിന്റെ സ്വർഗത്തിന്റെ അഗ്നി എന്റെ മേൽ ഇപ്പോൾ കത്തിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, 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 യേശുവേ, 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 ആരാധന, 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 ആരാധന. കർത്താവേ, അഭിഷേകം ചെയ്യണമേ കർത്താവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ ഉണർവ് നൽകണമേ, അഭിഷേകം നൽകണമേ, തീഷ്ണത നൽകണമേ. ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് പരിശുദ്ധ മാതാവ് വലിയ സ്നേഹത്തോടെ കടന്നു വരുന്ന സമയമാണ്. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മൾ നേരത്തെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു മാതാവിൻ്റെ സാന്നിധ്യമായിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഷീ ഈസ് ദ ക്യൂൻ ഓഫ് ഓൾ ഇവാഞ്ചലൈസേഷൻ. എല്ലാ സുവിശേഷവൽക്കരണത്തിൻ്റെ റാണിയാണ്, രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ. അത് സത്യമാണത്. ഞാൻ പഞ്ചാബിൽ ചെന്നപ്പോൾ ശരിക്കും അനുഭവിച്ചതാണത്. പഞ്ചാബി ഭാഷയൊക്കെ പഠിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും കൊന്തയെല്ലാം പഠിച്ചു ഞാൻ പഞ്ചാബിയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് മുഴുവൻ കൊന്ത ചെല്ലണം. അങ്ങനെ ഞങ്ങൾ മുഴുവൻ കൊന്തയെല്ലാം തുടങ്ങി. രാവിലെ 8 മണിക്ക് അങ്ങോട്ട് ആരംഭിക്കും. അപ്പം പിന്നെ ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സും ഞങ്ങളുടെ 2 കാറ്റഗിസ്റ്റെല്ലാം ഒരുമിച്ച് കൂടി മുഴുവൻ കൊന്തയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഒരു ബോറിങ്, എല്ലാ ദിവസവും കൊന്തയിലൂടെ ഒരു പരിപാടി മാതാവൊന്നും ചെയ്യുന്നില്ലോ എന്നൊരു ചുമ്മാ ഒരു ചിന്ത, വെറുതെ ഒരു മാനസിക ചിന്ത. അന്ന് കുർബാനയ്ക്ക് വന്ന ഒരു ചേട്ടത്തി കുർബാനയുടെ കഴിയുമ്പം ഭയങ്കര ഡാൻസും ഭയങ്കര സന്തോഷവും ഭയങ്കര ജോയ്. ഞാൻ അതിനുശേഷം ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇന്നലെ എൻ്റെ വീട്ടിൽ മാതാവ് വന്നെന്ന് പറഞ്ഞത്. മാതാവ് വന്നു. അപ്പോൾ അവർ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവരുടെ വീട്ടിൽ ഭർത്താവ് നല്ല മദ്യപാനം, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവർ കുറച്ച് പ്രാർത്ഥിച്ച് പിന്നെ രാത്രിയിൽ അവർ മാതാവിൻ്റെ അടുത്ത് എന്താണ് പ്രാർത്ഥന കൃത്യം അറിയത്തില്ല. രാത്രി നോക്കുമ്പം പരിശുദ്ധ മാതാവ് ഉണ്ണീശോയെയും കൊണ്ട് ഇവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. മാതാവ് ഇതിനോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട, നിൻ്റെ കാര്യത്തിന് ഇടപെടുന്നൊക്കെ മാതാവ് എന്തൊക്കെ പറഞ്ഞു. അതിനുശേഷം മാതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണീശോനെ മാതാവോടെ പതുക്കെ നിലത്ത് വെച്ചു. എന്നിട്ട് മാതാവ് അപ്രത്യക്ഷപ്പെട്ടു. അവർ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിൻ്റെ കാലടിപ്പാടുകൾ അവരുടെ വീടിൻ്റെ ഫ്ലോറിൽ പതിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. അവരതിൻ്റെ വിശ്വാസം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞ്, ആനന്ദം കൊണ്ട് നിറഞ്ഞ്, തുള്ളി ചാടി മറിഞ്ഞ് അതെല്ലാം പിന്നെ പ്രത്യേകിച്ച് കെട്ടി അവിടെ കൊന്തയൊക്കെ വെച്ച് ഇവർ ഭയങ്കരമായ വാർത്ത അങ്ങോട്ട് പരന്നു. ഒരുപാട് ആൾക്കാർ കർത്താവിലേക്ക് വന്നു. എന്താ പറഞ്ഞ ഹല്ലേലൂയ. ഇവരോട് പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധ മാതാവ് ഇന്നും വസിക്കുന്ന ജീവിക്കുന്ന ഒരമ്മയാണ്. അമ്മ വന്നു, ആ കുടുംബത്തിലേക്ക് വന്ന് ഉണ്ണീശ്വരനെയും കൊണ്ടുവന്ന് ആ കുടുംബത്തെ മാത്രമല്ല പ്രദേശത്തുള്ള ഒരുപാട് പേര് യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച് മാമോദിസ മുങ്ങി കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇവർ പറഞ്ഞ ഹല്ലേലൂയ. She is the queen of all evangelization. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേനെ കുറിച്ച് പെട്ടെന്ന് ചിന്ത വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്യുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം പരിശുദ്ധ അമ്മയോട് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ സ്നേഹിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭാഷ പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻഷിപ്പ് വിത്ത് മദർ മേരി. പരിശുദ്ധ അമ്മയുമായുള്ള ഒരു നിരന്തരമായ ഒരു സമ്പർക്കം, നിരന്തരമായ ഒരു സഹവാസം ഓരോ കത്തോലിക്കനും ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയുമായുള്ള നിരന്തരമായൊരു സമ്പർക്കം. കാരണം കുരിശിൽ പരിശുദ്ധ അമ്മേനെ യോഹന്നാൻ ഏൽപ്പിച്ചു. ഈശോ മരിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തിയാണ് പരിശുദ്ധ അമ്മേനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്. പരിശുദ്ധ അമ്മേനെ ഹൃദയത്തിലേക്കും വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ട ആദ്യത്തെ പ്രവൃത്തി. ബാക്കി പരിശുദ്ധ അമ്മ സഹായിച്ചോളും. മറുതരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശാലോമിൻ്റെ വളർച്ചയിൽ നമുക്കറിയാം അത്ഭുതകരമായിട്ടാണ് പരിശുദ്ധ അമ്മ ഇത്രയും വർഷം അത്ഭുതകരം നമുക്ക് ചിന്തിച്ചാൽ എത്തുമ്പോഴേയും കെട്ടാത്ത രീതിയിലാണ് ശാലോമിനെ വളർത്തിയത്. വളരെ സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് നിങ്ങളെന്ന് ഓർപ്പിക്കാം. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിപ്പുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറയുകയാണ്, സഭ അമ്മയായി മാറുന്നത് സഭ കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോഴാണ്. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾ സഭയിൽ ജനിക്കുന്നില്ലെങ്കിൽ സഭ അമ്മയാവുകയില്ല, മറിച്ച് ഒരു ആയയായിട്ട് മാറും. ആയയുടെ ഡ്യൂട്ടി എന്താണ്? ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ കിടത്തി ഉറക്കുക. അമ്മ ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒരായനെ ഏൽപ്പിക്കുമായിരിക്കും. അപ്പോൾ ആയയുടെ ഡ്യൂട്ടിയാണ് കൊച്ചിനെ ഉറക്കുക. സഭ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നില്ലെങ്കിൽ സഭ വെറും ഒരു ആയയായിട്ട് മാറും. കുഞ്ഞുങ്ങളെ ഉറക്കുക എന്ന് പറഞ്ഞാൽ വലിയതൊന്നുമില്ല, വലിയ ടെൻഷനൊന്നുമില്ല, ശാന്തമായിട്ടൊക്കെ എങ്ങനെ പോയാൽ ചിന്തിക്കും. അങ്ങനെയല്ല, അമ്മയാകുമ്പോഴാണ് തീഷ്ണതയും ജീവനും ജ്വലനവും ശക്തിയെല്ലാം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സുവിശേഷ വേല ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു പെർഫെക്ഷൻസ് നമ്മൾ നോക്കരുത്. നമുക്കെല്ലാം കുറവുണ്ട്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസ ശക്തി കുറവായിരിക്കും, ഒരു കുഴപ്പമില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ പവർ കൊണ്ടല്ല നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാറ്റിൻ്റെ മേലും അധികാരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, നമ്മുടെ കർത്താവ് സ്ത്രീകളോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പറയാൻ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ വായിക്കാം. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു, എന്നാൽ ചിലർ സംശയിച്ചു. നിങ്ങൾ വാക്യം ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ?
യേശുവിനെ കണ്ടപ്പോൾ 11 പേര് യേശുവിനെ ആരാധിച്ചു. തുടർന്ന് ബൈബിൾ പറയാണ് ചിലർ സംശയിച്ചു. ഈ 11 പേരിൽ എല്ലാവർക്കും വിശ്വാസത്തിൽ വലിയ തീക്ഷ്ണത ഉണ്ടായിരുന്നില്ല. ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംശയിച്ച ആൾക്കാരോടും സംശയം ഇല്ലാത്ത ആൾക്കാരോടും എല്ലാവരോടും കൂട്ടി ഈശോ ഒരു കാര്യം പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കുക. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. All authority on earth and heaven has been given to me. പറയാണ് എല്ലാ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക. അപ്പം നമ്മുടെ അധികാരമോ നമ്മുടെ വിശ്വാസത്തിൻ്റെ പവറോ നമ്മുടെ മിടുക്കോ അല്ല. യേശുക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തം, യേശുക്രിസ്തുവിൻ്റെ അധികാരം, എല്ലാറ്റിൻ്റെ മേലും യേശുവിന് അധികാരം ഉള്ളതുകൊണ്ട് നമ്മളെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാണ്. അവൻ്റെ പരിശുദ്ധാത്മാവാണ് വർക്ക് ചെയ്യണത്. അങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് ആൾക്കാർ കേട്ട് കർത്താവിൻ്റെ സഭയിലേക്ക് വരണത്. എന്നിട്ട് വീണ്ടും ഈശോ പറയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്, ഓപ്ഷനല്ല. അത് കമ്പൾസറി ആയിട്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. എന്നിട്ട് ഈശോ പറയാണ്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സത്യമാണ്. ഈശോ നമ്മുടെ കൂടെ നിൽക്കുന്ന അനുഭവം ഒരു വ്യക്തിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും അധികം ഉണ്ടാകണത് അവൻ കർത്താവിൻ്റെ സുവിശേഷം പറയുമ്പോഴാണ്. അവൻ്റെ കൂടെ കർത്താവ് നിൽക്കും. കർത്താവ് അവൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 20-ാമത്തെ വാക്യം, അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ശിഷ്യന്മാരുടെ ഡ്യൂട്ടി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. ഈശോ എന്ത് ചെയ്തു? ഈശോ അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. നമുക്ക് ധ്യാനകേന്ദ്രങ്ങൾക്ക് ഒത്തിരി അടയാളം ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ, ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനിൽ പോകുമ്പോൾ നമ്മുടെ കർത്താവ് ഡയറക്റ്റ് ആയിട്ട് വന്ന് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അത് അവൻ്റെ ഡ്യൂട്ടിയാണ്. എല്ലാ അധികാരവും യേശുവിനാണുള്ളത്. നമ്മൾ ആ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ യേശു തന്നെ കൂടെ നിന്ന് അങ്ങോട്ട് പ്രവർത്തിക്കുകയാണ്. യേശു പറയാണ്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അനുഭവമാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുക, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക. എല്ലാ തരത്തിലും ഈശോനെ കുറിച്ച് കേട്ട ആൾക്കാർ കാണും, പ്രത്യേകിച്ച് കേൾക്കാത്ത ആൾക്കാർ യേശുവിനെ കുറിച്ച് കേൾക്കണം. യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാർ യേശുവിനെ കുറിച്ച് കേൾക്കണം. അതിനുള്ള വലിയൊരു സ്നേഹം, വലിയൊരു പ്രാർത്ഥന നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോസ്തല പ്രവർത്തനം അവസാനിക്കുന്ന 2 വാക്യങ്ങൾ എന്നെ ഒരുപാട് സ്പർശിച്ചത് ഈ വചനം പഞ്ചാബിൽ ചെന്നപ്പോഴാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യം നമുക്കറിയാം, പൗലോസ് ലീഹയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. പൗലോസ് ലീഹ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 28-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുക. പൗലോസ് സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. പൗലോസ് ചെയ്തൊരു സുവിശേഷ ശുശ്രൂഷയാണ്. ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച് എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. എന്നിട്ട് പറയാണ്, അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ അപ്പോസ്തല പ്രവർത്തനം കഴിഞ്ഞു. പൗലോസ് ലീഹ വീട് വാടകയ്ക്കെടുത്ത് പ്രിയപ്പെട്ടവരെ 2 വർഷം യേശുക്രിസ്തുവിനെ കുറിച്ച് നിർബാധം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സുവിശേഷ ശുശ്രൂഷ. നിങ്ങളെ കുറച്ച് പേരെല്ലാം ദൈവം അതിനെ അഭിഷേകം ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എവിടെയൊക്കെ പോയി യേശുവിനെ കുറിച്ച് അറിയാത്തൊരു ദേശത്ത് പോയി ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം താമസിച്ച് യേശുവിനെ കുറിച്ച് പറയാൻ പരിശുദ്ധാത്മാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എഴുന്നേറ്റ് നിൽക്കാം. സുവിശേഷ വേലൊരു അഭിഷേകം പരിശുദ്ധാത്മാ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷം കേൾക്കുന്നവർ മാത്രമായി പോരാ, നമ്മൾ സുവിശേഷം പറയുന്നവരായിട്ട് മാറാൻ പരിശുദ്ധാത്മ നമ്മൾ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ജീവന്റെ സുവിശേഷം നമ്മൾ പറയണം. ഹല്ലേലൂയ. അപ്പോൾ പറയാണ്, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിതക്കാരൻ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. അവൻ വിതച്ചുകൊണ്ടേയിരുന്നു. അവനറിയാം കുറച്ച് വിത്തുകൾ നല്ല നിലത്ത് വീഴും. ആ ഒറ്റ പ്രതീക്ഷ കൊണ്ടാണ് വിതക്കാരൻ വിതച്ചുകൊണ്ടിരുന്നത്. കുറച്ച് പിന്നെ വിത്തെന്ത് ചെയ്യും? അത് മുൾച്ചെടികൾക്ക് വീഴും. വീണോട്ടെ,
കുറച്ച് വിത്തുകൾ പാറപ്പുറത്ത് വീണോട്ടെ, പക്ഷേ കുറച്ച് വിത്തുകൾ നല്ല നിലത്ത് വീഴും. ഈ ഒരു വലിയ പ്രത്യാശയോട് കൂടിയിട്ടാണ് ഓരോ വിതക്കാരനും വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ വിതയ്ക്കുന്ന വിത്തിൽ കുറേ എണ്ണം നല്ല നിലത്ത് വീണ് അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സുവിശേഷത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇപ്പോൾ വർഷിക്കണമേ. സുവിശേഷത്തിന്റെ അത്ഭുതം, സുവിശേഷത്തിന്റെ അത്ഭുതം ഞങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, സ്പർശിക്കണമേ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഒരു മകനെ മകളെ അഭിഷേകം ചെയ്യണമേ. ഉണർത്തണമേ കർത്താവേ. സുവിശേഷത്തിന്റെ വലിയ സ്നേഹം ഹൃദയങ്ങളിലേക്ക് വർഷിക്കണമേ കർത്താവേ. യേശുവേ, 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 ആരാധന, ആരാധന, ഏക സത്യദൈവം യേശു മാത്രമെന്ന് ഇനി എന്നും പ്രഘോഷിക്കും ഞാൻ. ചേർത്ത് ഏക സത്യദൈവം യേശു മാത്രമെന്ന് ഇനി എന്നും പ്രഘോഷിക്കും ഞാൻ. ഏക സ്നേഹദീപം യേശു മാത്രമെന്ന് ഇനി എന്നും പ്രഘോഷിക്കും ഞാൻ. ഏക സ്നേഹദൈവം യേശു മാത്രമെന്ന് ഇനി എന്നും പ്രഘോഷിക്കും ഞാൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയേ, 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 ജീവന്റെ നാഥ, ഈശോയേ, ഓ രക്ഷയുടെ നാമമേ, ഈശോയേ, അഭിഷേകത്തിന്റെ ശബ്ദമേ, ഈശോയേ, glory, ഈശോയേ, ഈശോയേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ കെട്ട വചനങ്ങളും ആഗ്രഹങ്ങളും വന്ന കുറവും ഒക്കെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ കാനായിലെ വീട്ടിൽ വന്ന് കുറവ് നികത്തിയതുപോലെ നമ്മുടെ ആത്മീയത്തിലെ കുറവെല്ലാം നികത്തി വലിയൊരു കൃപയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കിരിക്കാം.